അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റവ വെച്ചിട്ട് സാധാരണ ഒരു ഉപ്പുമാവ്, സാധാരണക്കാരൻ്റെ ഒരു ഉപ്പുമാവ് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ മറ്റേ ചീനച്ചട്ടിയിലൊന്നുമല്ല, നമ്മുടെ സ്വന്തം കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട്. കുക്കിംഗ് ഓയിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ. കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഉള്ളിയും എല്ലാം കൂടെ എടുത്തിട്ട് വഴറ്റി മാറ്റി വെച്ച് അതിൻ്റെ പിന്നെ റവ വറുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആ പരിപാടികളൊന്നും ഇല്ല. ഒറ്റ ഒരു കുക്കർ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് ഒരു പാത്രം സെപ്പറേറ്റ് ആയിട്ട് വെള്ളം തിളപ്പിക്കുകയാണ്. എളുപ്പമാകുക. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇത് കുറച്ചുകൂടെ ടേസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ സവാള എടുക്കാതെ. നമ്മുടെ കടുക് നല്ല പൊട്ടി റെഡിയായി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമുക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിടാവേ. നമ്മൾ ഇതിൻ്റെ അകത്ത് പച്ചമുളക് ഇടുന്നില്ല, വറ്റൽമുളക് മാത്രമേ ഇടുന്നുള്ളൂ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ് ഇടുന്നത്. രുചി കൂടാതെ നമുക്കൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടിക്കണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇഞ്ചി അതൊരു ചെറിയൊരു പീസ് അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് അത് ചേർത്തിട്ട് ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് അത്യാവശ്യം ഒന്ന് വാടിക്കണം. അപ്പോൾ ഉള്ളി അത്യാവശ്യം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇത് ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കില്ല, തുടക്കക്കാർക്ക്. ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടല്ലോ ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് ശരിയാവത്തില്ല. 2 സ്പൂൺ അല്ല 2 കപ്പ് എന്നൊക്കെ പറയുമ്പം ശരിയാവത്തില്ലെങ്കിൽ ഈ രീതി ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉള്ളത് കിട്ടും. റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മുടെ റവ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യമേ, ഈ ഉപ്പുമാവിന് ഇച്ചിരി ഒരു മഞ്ഞ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് റവ ഇട്ട് കൊടുക്കാമേ. അത് ഓപ്ഷണലാണ്. ചില ആൾക്കാർക്ക് ഒരു ഇച്ചിരി മഞ്ഞ കളറൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാണാൻ ഭംഗിയാണല്ലോ എന്നൊരു തോന്നൽ വരും. ഒരു നുള്ളു കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഉപ്പുമാവിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി മാത്രം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി. ഇതിപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത പൊടി മേടിച്ചാലുണ്ടല്ലോ, ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നല്ലതായിരിക്കും. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും മഞ്ഞപ്പൊടി കളറും കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കും. നമ്മുടെ അപ്പുറത്ത് വെച്ചിരിക്കുന്ന വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, കൊമ്പളകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് വരും. നമ്മൾ ഈ കടയിൽ നിന്ന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഉപ്പുമാവിന്റെ മിക്സ് മേടിക്കുന്നില്ലേ, അത് ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം പിന്നെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചൂടുവെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴല്ലോ ഇച്ചിരി പൊക്കമുള്ളൊരു പാത്രം എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴല്ലോ തിളച്ച് ഇങ്ങോട്ട് വെളിയിലോട്ട് വരും. മാത്രമല്ല ഈ റവ ഇരിക്കുന്ന പാത്രത്തിന്റെ തീ വളരെ സിമ്മിലും വെക്കണം. കരിയുന്നതിന്റെ തന്നെ പ്രശ്നമല്ല, ഇത് ഒഴിക്കുമ്പോഴല്ലോ തിളച്ച് പൊന്തും. കണ്ടോ, പൊന്തുന്നുണ്ടോ? ഇളക്കെട്ടാം. പതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാനേ. എടുത്തങ്ങ് ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക്. അപ്പം നമുക്ക് റവ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതെ, നന്നായിട്ട് വെന്ത് കിട്ടണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈ ചില ആൾക്കാർക്ക് നെഞ്ചരിച്ചിലും വയറുവേദനയൊക്കെ വരും. റവ നന്നായിട്ട് വേഗം. അതായതുണ്ടല്ലോ നമ്മൾ കട്ട കെട്ടി പോകത്തൊന്നുമില്ല. ഇത് കട്ട കെട്ടി പോകത്തുമില്ല. നമ്മളുടെ ആവശ്യത്തിനുള്ള പരുവത്തിനെ കിട്ടത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ റവ വേകാൻ മാത്രമുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇതുണ്ട്. ഇതിപ്പോ നമ്മൾ ഇങ്ങനൊന്ന് വെച്ചിട്ട് നമ്മൾ ഇനി അങ്ങ് തീ നിർത്തുകയാണ്. എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അങ്ങ് അടയ്ക്കുക.
ആവി അതിനകത്തൊരു 1 സെക്കൻഡ് നിൽക്കണം. ഇതങ്ങ് അടച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഉണ്ടല്ലോ സംഭവം നല്ല. എന്നിട്ട് നമുക്കിത് ഇളക്കി എല്ലാം റെഡി ആക്കി എടുക്കണം. അപ്പൊ നമ്മുടെ ഇതുണ്ടല്ലോ കട്ടയും കട്ടത്തില്ല, വേഗം ചെയ്യും, എല്ലാ സംഭവം സെറ്റ് ആയിരിക്കും. എല്ലാം ഒരു 5-10 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. ഇത് 2 മിനിറ്റ് കൊണ്ട് ഇരിക്കട്ടെ, നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഏകദേശം 2-3 മിനിറ്റ് ആയി. അപ്പൊ ഇനി നമുക്കിത് തുറന്നു നോക്കാം. എല്ലാ സംഭവം സെറ്റ് ആക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അത് നമ്മുടെ തേങ്ങയാണ്. ഇതും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ഇത് നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതലോ കുറവോ ഒക്കെ ചേർത്ത്. തേങ്ങ ചേർത്താലുണ്ടല്ലോ ഉപ്പുമാവിന് അതിന്റെ ഒരു സുഖം വരുന്നില്ല. ചില ആൾക്കാർ പഞ്ചസാരയൊക്കെ ചേർക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാരയും ചേർക്കുന്നില്ല, തേങ്ങ മാത്രമേ ചേർത്ത് ഇതൊന്ന് ഇളക്കിയത് നമുക്ക് ഇതിന്റെ ഇതൊന്ന് മിക്സ് ചെയ്ത്. അതെ, ഇപ്പൊ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കട്ടയൊക്കെ ഒന്ന് പൊടിഞ്ഞു കിട്ടണം. അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ അടച്ചു വെച്ചപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടല്ലേ അടച്ചു വെച്ചത്. അതുകൊണ്ടാണ് ചെറിയൊരു ഇത് വരുന്നത്. പക്ഷേ ഇതുണ്ടല്ലോ തേങ്ങയും എല്ലാം കൂടെ മിക്സ് ആയി കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു കട്ടയും വരത്തില്ല, ഒന്നും വരത്തില്ല, എല്ലാം വേഗം ആളാം ഇത് ഇളകാം. ഒന്നാമത്തെ കാര്യം ഇത് നമ്മള് ചീനച്ചട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ കുക്കറിൽ ഈ സംഭവം ചെയ്യുന്നത്. നമ്മളെപ്പോഴും പറയുമല്ലോ ബാച്ചിലേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്ന സംഭവം. അതെ, ഒരു കുക്കർ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അത്യാവശ്യപ്പെട്ട എല്ലാ പരിപാടിയും നമുക്ക് അതിനകത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ കണക്ക് പറയുന്ന പോലെ നമുക്ക് മീൻകറി വരെ വേണം അത്യാവശ്യം സംഭവം നല്ല അടിപൊളിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇളക്കി കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നിർത്തുകയാണ്. ഇതിപ്പം ഇത് ചില ആൾക്കാരുണ്ട് നല്ലതായിട്ട് കുഴഞ്ഞിരിക്കണം. അപ്പൊ കുഴഞ്ഞിരിക്കണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക. കുഴ കുറവ് മതിയെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കുറയ്ക്കുക. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. പക്ഷെ നല്ലതായിട്ട് വെന്തിട്ട് എടുക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന്. ഉപ്പ് നോക്കുകയാണ്. അടിപൊളി. അതായത് എന്ത് പറയുന്നു, അല്ലെ ഒരു പഴം കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഞാനിപ്പോ പഴമൊക്കെ കൂട്ടി. ഒന്നുമില്ലെങ്കിൽ പഞ്ചസാര പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ പിള്ളേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതിപ്പോ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു 4 മണി പലഹാരമായിട്ടോ ഇനി ഇതൊന്നും വേണ്ട. കാര്യം ഇത് തണുത്ത് കഴിഞ്ഞാലും കഴിക്കാവുന്ന ഒരു സാധനമാണ്. ചൂടോടെ കഴിച്ചാൽ അത്രയും ടേസ്റ്റ്. കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം, കറി ഉണ്ടെങ്കിൽ നല്ലത്. അതെ, കടലക്കറിയൊക്കെ കൂട്ടി കഴിക്കാം, എന്ത് വേണേലും കഴിക്കാം. അപ്പൊ ഇതുപോലെ കുക്കറിൽ ഇങ്ങനെ നമ്മൾ മറ്റേ ചെറിയ ഉള്ളിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഉപ്പ ഉണ്ടാക്കി നോക്കും. നമ്മൾ സാധാരണ റവയാണ്, സൂചി റവയല്ല അല്ലേ, സാധാരണ റവ. അപ്പൊ അതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായവും നിർദ്ദേശവും ഒക്കെ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് മാറ്റി. അപ്പം എന്താ പറയുന്നത്, മറ്റൊരു റെസിപ്പി ആയിട്ട് നമ്മൾ അടുത്ത ദിവസം കാണാം. അതെ അതെ, നല്ല അടിപൊളി വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.